ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ പുതിയൊരു വ്ളോഗ് ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ കുറെ ദിവസം, ഏകദേശം 13 ദിവസങ്ങൾക്ക് 14 ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വ്ളോഗ് ഇടുന്നത്. എന്തുകൊണ്ട് വ്ളോഗ് ഇടില്ല? 1200ഓളം വരുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ആരെയൊക്കെ ചോദിച്ചാ 1200 ആർന്നത്, ഇന്നലെ 200ആയി. അപ്പൊ അത്രയും വരുന്ന സബ്സ്ക്രൈബേഴ്സ് നമ്മളെ വീഡിയോ കാത്ത് ഇരിക്കുകയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ 14 ദിവസങ്ങൾക്ക് ശേഷം വ്ളോഗ് ഇട്ടു. വ്ളോഗ് ഇടാത്തെന്നുള്ള വെച്ചാൽ ഇപ്പൊ എല്ലാരും കണ്ടന്റ് ക്രിയേഷനിലാണ്, തിരക്കിട്ട കണ്ടന്റ് ക്രിയേഷൻ ജീവിതം. അതിന്റെ ഇടയിൽ ആയിരിക്കും വ്ളോഗ് എടുക്കാൻ സമയമില്ല. പിന്നെ ഞാൻ വ്ളോഗ് എടുത്തോണ്ടിരുന്ന ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ ഞാൻ പുതിയൊരു സീരീസ് ഒക്കെ തുടങ്ങിക്കൊണ്ടിട്ട് ഇപ്പൊ എനിക്കും വ്ളോഗ് എടുക്കാൻ സമയമില്ല. പിന്നെ മടിയനാണ്, എന്ത് പറയാനാണ്, എന്ത് പറഞ്ഞാലും മടി മാത്രമുള്ള ഒരു ജീവിതം മുന്നോട്ട് പോകുന്നു. പക്ഷെ ഇപ്പൊ ഡേ ഇൻ മൈ ലൈഫിലേക്ക് ഇടുന്നു, അതിൽ ഞാൻ സന്തുഷ്ടവാനാണ്. കാരണം ഞാൻ പറഞ്ഞു ലാസ്റ്റ് അവൻ എടുത്ത്. ഇനിയിപ്പോ ഞാൻ കൂടുതൽ പറഞ്ഞോണ്ടോ നിർത്തോന്ന് അറിയില്ല, അതും പ്രശ്നമാണ്. പറഞ്ഞാലും പ്രശ്നമാണ്, പറഞ്ഞാലും പ്രശ്നമാണ്. അവനോട് അവന്റെ ഒരു മൂഡാണ്. അപ്പൊ ഇനി ആയിരിക്കും പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല അല്ലേ? ഒന്നെണിക്കും ഇനി ആയിരിക്കും പ്രത്യേകിച്ച് ഈ ഇതാണ് നമ്മുടെ പണിയെന്നും പറഞ്ഞ് ഇറങ്ങിയേക്കണേ. ഇറങ്ങിന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എല്ലാരും അവരവിടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതിലേക്ക് ഇറങ്ങിയേക്കണേണ്. കോളേജൊക്കെ പൂട്ടി, എല്ലാരും പൂട്ടി ഓൾമോസ്റ്റ് അല്ലേ. എക്സാം മാത്രമേ ഉള്ളൂ. സൽമാൻ അവിടെ കളറ് കൂടി കലക്കി ഒഴിച്ച് അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ വ്ളോഗ് ചെയ്യാത്തത് വേറൊന്നും കൊണ്ടല്ല, എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം, പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വെച്ചാൽ വ്ളോഗ് എടുക്കലാണ്. കാരണം നമുക്ക് എന്തും സംസാരിക്കാം, നമ്മടെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന കുറച്ച് പേര് കാരണം കാണുന്ന വ്ളോഗാണ്. ആ കുറച്ച് പേര് കണ്ടാൽ മതിയല്ലേ? അതെ, നമ്മളാ ഇത് കാണുന്ന കുറച്ച് പേര്. അതായത് ഇപ്പൊ മറ്റേ കണ്ടന്റ് നമ്മളിപ്പോ ഇൻസ്റ്റേജാണ് കണ്ടന്റ് അതിൽ പോസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇവൻ ഡേ ഇൻ മൈ ലൈഫ് ഇടണ്ട്, ജെയ്സന്റെ അതെല്ലാം മറന്ന്. മറ്റേതല്ല ഒരു ട്രെൻഡ് ഉണ്ടല്ലേ, ഒരാള് ജെയ്സന്റെ പെണ്ണാണ്. എന്നാ ഓ ഒന്നും കൂടി മേത്ത് തൊട്ടാ തീർത്തേക്കോട്ടോ. ജെയ്സനാ പറഞ്ഞ വരാല് ജെയ്സൻ. ഞാൻ അല്ലാണ്ട് പറഞ്ഞ സൽമാനാണ് പറഞ്ഞത്. അപ്പൊ കാര്യം നമ്മള് 3 ആൾക്കാരുള്ളൂ, പക്ഷേ മേത്ത് തൊട്ടാ തീർത്തേക്കോട്ടോ. ജെയ്സനാ പറഞ്ഞ വരാല് ജെയ്സൻ. സുഹൃത്തുക്കളെ, ഇപ്പൊ ഞാനെന്താ പറഞ്ഞത്, നമ്മിപ്പോ യൂട്യൂബിൽ ഇങ്ങനത്തെ കണ്ടന്റ് നമ്മ പച്ചയായ ജീവിതം, നമ്മളെന്താണോ അത് നമ്മൾ കാണിക്കണം. നമ്മുടെ നല്ല സമയങ്ങൾ അതൊക്കെയാണ് നമ്മളൊരു മെമ്മറി ആക്കാൻ വേണ്ടി. അല്ലാണ്ട് വ്ളോഗ് എടുക്കണം വേറൊന്നും ഉണ്ടായിട്ടില്ല. വ്ളോഗ് ചെയ്യുന്നത് പൈസ വന്നിട്ട് ഇതാക്കണമെന്നല്ല. എന്നാലും നമ്മ വിചാരിക്കുന്നത് നല്ല നല്ല ഓർമ്മ. ഇപ്പൊ കുറച്ചാളുണ്ട്, ഇപ്പൊ ഇവൻ കല്യാണം കഴിഞ്ഞ് എനിക്കൊരു കുട്ടിക്ക് കാണാ ബാപ്പാന്റെ 20 വയസ്സിലാ ലീലാവിലാസങ്ങൾ. എന്തുകൊണ്ട് വാപ്പ 20-ആം വയസ്സിൽ ഇത്ര അടിച്ചു പൊളിച്ചു? ഭയങ്കര അടിച്ചുപൊളിയാണ് 20-ആം വയസ്സിൽ. എന്താടാ എന്താണ്ടാ പ്രശ്നം? ഒന്നും ദിവസം കൂളാവാണ്ട് ഇപ്പൊ രാവിലെ എണീറ്റ് കഴിഞ്ഞാ വീട്ടിൽ നിന്ന് ഭയങ്കര ചൂടാണ്. അപ്പൊ ഇപ്പൊ വരും കുടിച്ച് കൂളാക്കാനായിട്ട്. അപ്പൊ ഇവനായിട്ട് ഇറങ്ങി കുടിച്ച് കൂളായിട്ട് പിന്നെ കയറും. ഇപ്പൊ നടന്നോണ്ടിരിക്കുന്ന ഒരു 3-4 ദിവസമായിട്ട്. അതെ, ഇപ്പൊ ഫണ്ട് പാസ്സായോണ്ട് 3-4 ദിവസമായിട്ട് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഫണ്ട് അവിടെ നിക്കുന്നു. അപ്പം ഫണ്ട് വരും. ഫണ്ട് ഇപ്പൊ എത്തിയിട്ടുണ്ട്. കടയുടെ ഓണറും ഇന്നലത്തെ റീലിലെ താരവും എന്താണ് പറയാനുള്ളത്? വ്ളോഗാണ്. ടെൻഷൻ ആവണം എന്തിനാണ് ഇങ്ങനെ കൂളാവ്? കണ്ടന്റ് ക്രിയേഷനിലേക്ക് വന്നിട്ട് താങ്കളുടെ എക്സ്പീരിയൻസ് എന്താണ്? അവിടെയാണ് ഞാൻ പറഞ്ഞ ആളല്ല ഇങ്ങോട്ട് രണ്ടുപേരില്ല, മുങ്ങലാണ് രണ്ടുപേരും. അപ്പൊ ഇന്നലെ അനുവർത്തിച്ചെങ്കിൽ ഇന്ന് ആര് കത്തിക്കും? എന്താണ് പേടല്ലേ? അപ്പൊ വ്ളോഗിൽ അമീർ എത്തിയുണ്ട്. അനു വാളനു
ആണോണ്ട അല്ലാത്തപ്പോഴൊക്കെല്ലേ കണ്ടാ ഇതാണ് മൈൻഡ്. ഈ മൈൻഡുള്ള ആൾക്കാരെ നമുക്ക് വേണ്ടത്. എന്തുണ്ടെങ്കിലും അമീറാണ് മോന് ചാടി ചാടിക്കണം. വ്ലോഗാണ്. സബ്സ്ക്രൈബേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? വെക്കേഷൻ കാലഘട്ടത്തോടെ ഇനിയൊരു സ്കൂൾ ജീവിതമോ കോളേജ് ജീവിതമോ നമുക്കില്ല. പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കണം. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അതിനെപ്പറ്റി എന്താണ്, നല്ലോണം പണിയെടുക്കണം. പറഞ്ഞാൽ നീ കൈനിക്കണേ ഉള്ളൂ. ആര് ചിക്കൂലാരും 21 കിട്ടുന്ന ആരാണ്? അത് ആളില്ലൂടാ, വരും കുറച്ച് വരും, വട്ടത്തിലില്ല. അതുകൊണ്ടാണ്. അപ്പൊ ഇനിയൊരു നമുക്ക് അക്കാഡമിക്സ് ഇല്ല, ഇനി ഫുള്ളും ലൈഫിലേക്ക് കടക്കണേ. എംപ്ലോയ്മെന്റ് അതെ, പണിക്കൊന്നും പോകാൻ താല്പര്യമില്ലായിരിക്കും. ആളെ നിന്റെ ഫോം ബില്ലടിക്കണ്ടേ? എന്താണ് കണ്ടന്റ് ക്രിയേഷനിലേക്ക് താങ്കളെ പ്രതീക്ഷിക്കാമോ? ഇനി കൂടുതൽ കണ്ടന്റ് ക്രിയേഷനിലേക്ക് വിളിച്ചാ വരൂ. അത് മറ്റേ ട്രിക്കാണ്. അത് മറ്റേ ട്രിക്കാണത്. വിളിക്കലില്ല, വിളിച്ചാ വരൂ. അതാണ് നമ്മക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാ. എടാ ഇതില് വേണ്ട സഹലിന് 20 ഇടാളില്ലേ? അതിലുണ്ടല്ലേ? വേണ്ട. അപ്പൊ ഈ ഭാഗം കട്ട് ചെയ്യാനാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഈ ഭാഗം അതല്ല കൂടുതൽ കഥ പറഞ്ഞല്ലോ അമ്മ. അപ്പൊ നമ്മളെപ്പോഴുള്ളത് നമ്മളോട് പറഞ്ഞില്ല. ഇല്ല സഹലിന്റെ പടമാണ്. സഹലൊന്നല്ല, സഹല് നടല്ല. ഇപ്പൊ സഹല് ഇനി വഴി പോക്കണ്ട, റോഡ് കൊടുത്താന്ന് പറയണം. ഒന്നും കൂടെ കേട്ടില്ല. വില്ലൻ വേഷം വേണ്ടത്, നായകനാ വേണ്ട. വില്ലൻ വേഷം സൽമാനില്ലേ ഒരു കഥ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ നാളെ നമ്മ ഇതുവരെ എങ്ങനെയല്ല. സൽമാനോട് ആ കഥ കൊണ്ട് നമുക്ക് ഉടനെ എടുക്കാം. സൽമാനൊരു കഥ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ നാളായി. അത് വന്നേനാ അതല്ല നമ്മളിപ്പോ തുരുവിന്റെ അടുത്ത് തുരുമുങ്ങളാണ്. സംരംഭകൻ എന്താണ് പറയാനുള്ളത്? നീ തലമുക്ക് ഒന്നും പറയാ മറ്റേ വീഡിയോ പറയണ പോലെ പറഞ്ഞാൽ മതി. അപ്പൊ എല്ലാരും അതന്നെ പിടിക്കാൻ വരാ. സ്പോട്ടൊക്കെ പറ. അപ്പൊ എല്ലാരും ഓൾഡ് ഹാർബറിന്റെ ഫ്രണ്ടിലാണ് ബോസ് ഉണ്ടാവണത്. പിന്നെ തമാക്കി തോമ്പടി അത് ഒന്നല്ലേ? ഓപ്പോസിറ്റ് ഓൾഡ് ഹാർബർ. പിന്നെ ഇവിടെ അറേബ്യൻ പാലസ് തോപ്പുംപടി സഹലായിരിക്കും. ഓൾഡ് ഹാർബറിൽ ഇവൻ അതല്ലാടാ ഈ തൊപ്പി പിന്നെ ഓപ്പെന്ന് മനസ്സിലായില്ല. എന്തിനാ തൊപ്പി മറന്നു വെച്ചിട്ടാണ് ഞാൻ വിചാരിച്ച്. അല്ല ഇവന്മാര് എന്തേ നമ്മടെ പോലീസായിരുന്നു കാണണം. ആകെ നമ്മടെ 4 ഫേക്ക് അക്കൗണ്ടൊക്കെ കാണ അത്രയൊക്കെ ഉള്ളൂ. ട്രോളൊക്കെ റീച്ച് ആവണ്ട നമ്മളാ. ചിലതൊക്കെ 10 ആണ് ബ്ലോഗ് റീച്ച് ആവണ മുങ്ങാണ്ട്. അപ്പൊ ഈ കടയുടെ ഓണറും എല്ലാമായ ഇന്നലത്തെ റീല് കൊച്ചറമ്പ് പുലിയാണാ. പുലിനെ കണ്ടിട്ട് വർഷമായി പണി. അപ്പൊ എല്ലാരും തിരക്കിട്ട ജീവിതത്തിലാണ്. ഞാനിപ്പോ വെറുതെ ഇറക്കണാണ്. ആര് എടാ എക്സാമൊക്കെ നമ്മക്ക് അങ്ങനെയല്ലോ. നമ്മെന്ത് രാവിലെ എണീക്കാ എളപ്പോളാ പണിക്കോണ്ട് എന്താണ് നിങ്ങൾ പണിക്കോണ്ട് വിശ്വസിക്കുന്നത്? പണിക്കോണ്ട് ഓ നല്ല ചേച്ചിട്ടാ
നല്ല AC പിന്നെ AC പിന്നെ തണുപ്പല്ലാണ് പിന്നെ തണുപ്പ് വെള്ളം വരും. കട്ട് ചെയ്തിട്ട് ഷോർട്സ് നമ്മളെ ഏറ്റവും പുതിയ കണ്ടന്റ് ക്രിയേറ്റർ ആയ അൻഫാസിന്റെ അക്കൗണ്ട് ഫോളോ ചെയ്യാ. അൻഫാസ് പുതിയ പുതിയ റീലുകൾ ഇടുന്നാ പറയണത് അല്ലേ? ഇന്നലെ പറഞ്ഞവൻ കണ്ടന്റ് ക്രിയേഷൻസ് തുടങ്ങാൻ പോണെന്ന്. ഞാൻ വെറുതെ ഒരു ദീ പറഞ്ഞോളൂ. ചെയ്യൂലേ? ചെയ്യൂന്ന് പറ. അതാണ് ചെയ്യൂ. അപ്പൊ എല്ലാരും അനു എക്സ്. ഞാൻ ചെയ്താ പിന്നെ എനിക്കൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഞാനത് ചെയ്യണല്ല, നീയൊക്കെ ഒതുങ്ങി പോവും. ഞാൻ അഭിനയിക്കണല്ല, കഴിവില്ല. ഞാനൊക്കെ സ്ക്രീനിൽ വന്നാ പിന്നെ എനിക്ക് കോൾ ഉണ്ടാവൂല. അതില്ല റോള് വേണ്ട നമുക്ക്. പൊളിച്ചോ നമ്മക്ക് എല്ലാരും വന്നെ, അല്ലാണ്ട് എല്ലാരും മാറുന്നിട്ട് കാര്യമില്ല. ഇവന്റെ കാലഘട്ടം തകർക്ക് നീ തകർക്ക് പെട തന്നെ. പിന്നെന്താ പറഞ്ഞ ഇന്നലെ മന്തി ഫുള്ള് കൊച്ചിയിൽ പതക്കാണ് പറയണെന്നാ പറയണം. നിന്റെ കേക്കുള്ള കമന്റ് ബോക്സ് നിന്നെ മാത്രം മെൻഷൻ ചെയ്തേക്കണ. അപ്പൊ ഈ വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനാണ്. നന്ദി, നമസ്കാരം. അപ്പൊ ബൈ ബൈ.